ഹലോ അസ്സാമലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. കുഞ്ഞ് വീഡിയോ ആണ്, കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കലക്കിപ്പറന്ന ദോശയാണ് കേട്ടോ. ചിലവർ ഇതിന് കലക്കിപ്പാറുന്ന അപ്പം, ചിലവർ ദോശ എന്നൊക്കെ പറയും. അപ്പം നമ്മളിവിടെ ദോശ എന്ന് പറയട്ടോ. അപ്പം ഞാൻ ഓരോ കൂട്ടുകാരത്തികളൊക്കെ പറഞ്ഞിട്ട് കലക്കിപ്പാറുന്ന അപ്പം അതൊക്കെ പറയട്ടോ. അപ്പോൾ അതാ ഇന്ന് നമുക്ക് നോമ്പുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഐറ്റം കടികളുണ്ടാക്കുക. ഇഡ്ഡലി, വെള്ളപ്പം, നൂൽപുട്ട് അത് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എന്നും ഒരേ കടികളാകുമ്പോൾ എല്ലാവർക്കും മടുപ്പാണ്. അപ്പോൾ ഇതിലേക്ക് ഇന്ന് കറി ഉണ്ടാക്കിയത് ഇന്നലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിക്കനൊന്നുമില്ല കേട്ടോ, കുറച്ച് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് കിഴങ്ങ് വേവിച്ചിക്കാണ്ട് ഇട്ട് കൊടുത്തിക്കുകയാണ്. അപ്പോൾ മോള് ഇത് അവിടെ നീച്ച് വന്നുങ്ങാണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോനക്ക് ദോശയൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുകയാണ്. മോളോട് പറയാണ് അവൾക്ക് മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ ചായ തരാമെന്നൊക്കെ പറയാം. അപ്പോൾ അവൾക്ക് ചായ ഒക്കെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോനക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ ഇന്ന് ഉച്ചക്കൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടക്ക മുളക് കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുളക് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാദ്യം തന്നെ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ. അതും കൂടി ഇട്ടുകൊണ്ട് കുറച്ച് സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ആ എണ്ണയിൽ തന്നെ വഴറ്റിയെടുത്തതിന് ശേഷം വേണം പിന്നെ ഇതിലേക്ക് നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാൻ. അപ്പോൾ വെണ്ടക്ക ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അച്ചാർ പോലെ നല്ലൊരു ടേസ്റ്റാണിത്. ഇപ്പോൾ ചോറിന് ഇത് മാത്രം മതി, നല്ല രസമാണ് കേട്ടോ. വെണ്ടയ്ക്ക അതുപോലെ കൈപ്പങ്ങൊക്കെ മുളക് കൂട്ടാൻ ഉണ്ടാക്കൂലേ, അപ്പോൾ ഉണ്ടാക്കുന്നവർക്ക് അറിയാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് മാത്രം കൂട്ടിയാൽ മതി, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാനിന്ന് ഒരു ഉച്ചക്ക് ചോറിന് വരെ മാത്രമല്ല ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയാട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 കുരുപൂളി വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ ആ കുരു കൊടുക്കാൻ ഇട്ട് കൊടുത്തിട്ടാണ് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട്. അപ്പോൾ കുറച്ച് മത്തി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ, നന്നാക്കി വെച്ചത്. അപ്പോൾ ഞാനൊക്കെ തണുപ്പ് പോയതിൻ്റെ ശേഷം അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മുളക് കൂട്ടാനും ഈ മത്തി പൊരിച്ചതാണ്. അപ്പോൾ അതൊക്കെ ചോറൊക്കെ വിളമ്പി കുടിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അച്ചാറൊക്കെ കൂട്ടുന്ന അതേ ഒരു ടേസ്റ്റാണ്. എന്നാൽ വെണ്ടൊക്കെ ഉപ്പേരി വെച്ചിട്ടും കറി വെച്ചിട്ടൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അവർക്ക് അതൊക്കെ കൂട്ടി ചോറൊക്കെ കൊടുത്ത് അപ്പോൾ ഞാൻ നോമ്പറക്കുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ വിചാരിച്ചിട്ട്, ഉച്ചക്കൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ അത് വൈകുന്നേരമാണ്. വൈകുന്നേരം കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിത് പായസം എന്നും പറയും, തരിക്കഞ്ഞി എന്നും പറയും, റവ എന്നും പറയും കേട്ടോ. അപ്പോൾ അതാ കുറച്ച് 2-3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പട്ട, ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ വാട്ടിയിട്ടൊന്നുമില്ല, കുറച്ച് ഞാൻ നല്ല നെയ്യ് ഉണ്ടായിരുന്നു, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ. പിന്നെ കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പാലിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അധികം തിളച്ച് വരുന്ന സമയത്ത് സേമിയ ഇട്ട് കൊടുത്ത്, സേമിയ ഒന്ന് തിളച്ചപ്പോൾ അതിൽ റവയും കൂടി ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാലൊക്കെ നല്ല ഇഷ്ടമാണ് നോമ്പിനൊക്കെ ഇതുപോലെ റവ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നെയ്യാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് കുറച്ച് ബദാമും കൂടി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു നുള്ളു ഉപ്പും കൂടി ഇടണം. ഈ റവ ഒക്കെ ഉണ്ടാക്കണ ഇതിൽ എന്നാലേ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഓവർ ഒരു മധുരം ഇഷ്ടമല്ല കേട്ടോ നോമ്പറക്കണ സമയത്തൊക്കെ, പാകത്തിൻ്റെ ഒരു മധുരം. അപ്പോൾ റവ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ നമുക്കൊന്ന് അടിപൊളിയായിട്ട് ഉള്ളിവടയും കൂടി ഉണ്ട് കേട്ടോ നോമ്പറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉള്ളിവട ഞാൻ അതിന് മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് 4 ദിവസമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് തക്കാളി സോസും ഇതൊക്കെ എടുത്തിട്ടാണ് കഴിക്കുന്നത്. എന്ത് പൊരിക്കടി ഉണ്ടെങ്കിലും സോസ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കൂട്ടി കഴിക്കാൻ. പിന്നെ നമുക്ക് ആപ്പിളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചക്രമത്തെ ആണ് ഇഷ്ടട്ടാ. അത് ചെറിയൊരു കഷ്ണം കിട്ടിയാലും അത് ഭയങ്കര ഇഷ്ടമാണ്. നോമ്പ് നോറ്റാൽ തണ്ണിമത്തനെ ആണ് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് 2 ആപ്പിൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കക്കരിക്കയാണ് ജ്യൂസ് അടിച്ചിട്ടുള്ളത്. കുറച്ച് പാലും കക്കരിക്കും പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് അടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ നോമ്പിന് നമുക്ക് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയൊരു മധുരത്തിൽ, അതുപോലെ ചെറിയൊരു തണുപ്പിൽ മാത്രമായിട്ട് കുടിക്കും. കൂടുതൽ തണുപ്പിലൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൊണ്ടവേദന വരും ചെയ്യും. ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു തണുപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പാല് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് അടിച്ചതാണ്. ഇപ്പോൾ കക്കരിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലതാണ് കേട്ടോ ശരീരത്തിൽ കുടിക്കുന്നതും. അപ്പോൾ അത് ജ്യൂസ് കാണാൻ തന്നെ അടിപൊളിയാട്ടോ, നല്ലൊരു കളറ്. അപ്പോൾ കക്കേരി ഞാൻ നല്ല കഴുകിക്കാണ്ടാണ് ജ്യൂസ് അടിക്കൽ, അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞെടുക്കല്. അപ്പോൾ തൊലി കളയാതെ അതുപോലെ ജ്യൂസ് അടിക്കുന്നതാണ് നല്ലത്. പിന്നെ റവ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോള് ഒരു ഗ്ലാസ് റവ കുടിച്ചിട്ട് നല്ല ഇഷ്ടമായിട്ടോ. ഓള് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ആകെ ഒരു ഗ്ലാസ് റവ കേട്ടോ എന്ത് കുടിച്ചത്.
അങ്ങനെ നമ്മൾ നോമ്പറക്കൽ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസം ചോറ് തന്നെയാട്ടോ കഴിച്ചത്. തക്കാളി കൂട്ടാനും ഇത് മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടാക്കി ചോറ് തന്നെയാട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്ന് പിന്നെ പൊറോട്ട കൊണ്ടുവരാന്ന് പറഞ്ഞ് ബീഫ് കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇനി ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പറക്കണ സമയത്ത് ചോറ് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ പൊറോട്ട കഴിച്ച ദിവസം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലത് ചോറാണെന്നുള്ളത് മനസ്സിലായി കേട്ടോ. അപ്പോൾ അധികം കട്ടൻ ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് കക്കേരിയും സവാളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.